അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരികയാണ്. ഒരുപാട് മഹത്വമുള്ള അത്ഭുത മാസമാണ് പരിശുദ്ധ റജബ് മാസം. റജബ് മാസം അത് റജബ് ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്നുള്ളത്. ഈ റജബ് മാസത്തെ ഒരാൾ ബഹുമാനിച്ചാൽ അദ്ദേഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനിക്കും. അദ്ദേഹത്തിന് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കും. അല്ലാഹുവിന്റെ പൊരുത്തം ഒരാൾക്ക് ലഭിച്ചാൽ അദ്ദേഹം പിന്നെ ദുനിയാവിൽ വിജയിക്കും, ആഖിറത്തിൽ വിജയിക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റജബ് മാസത്തിലെ ആദ്യത്തെ രാവിന് വല്ലാത്ത മഹത്വമാണുള്ളത്. 5 രാവുകളെ കുറിച്ച് എണ്ണി പറഞ്ഞതാണ്. ലാ തുറദ്ദു ഫീഹിന്ന ദഅവതു, ദുആ തട്ടിക്കളയാത്ത 5 രാവുകൾ. ഖംസു ലയാലി, 5 രാവുകൾ. അതിൽ എണ്ണപ്പെട്ട ഒരു രാവാണ് അവ്വലു ലൈലത്തിൻ റജബ്, റജബിലെ ആദ്യത്തെ രാവ് എന്നുള്ളത്. റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി, ഫസ്റ്റ് രാത്രി. ഈ രാത്രിയിൽ ഒരാൾ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ആ തേട്ടത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. ആ ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. എന്താണോ അദ്ദേഹം ആഗ്രഹിച്ച് അല്ലാഹുവിനോട് ഇറക്കുന്നത്, അല്ലാഹു തആല അത് കൊടുത്തിരിക്കും. ഈ പരിശുദ്ധ റജബ് മാസം ഇത് ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധ റജബ് മാസം. റജബ് മാസം അത് അല്ലാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ അവന്റെ അടിമകൾക്ക് ധാരാളം പുറത്തു കൊടുക്കുന്ന മാസം. ഈ റജബ് മാസത്തെ ബഹുമാനിച്ചാൽ, ഈ റജബ് മാസത്തിൽ വേണ്ടതുപോലെ പാത്തെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പരിശുദ്ധ റമദാൻ മാസത്തെ ബഹുമാനിക്കാനും ആ മാസത്തിൽ പ്രത്യേകമായൊരു തൗഫീഖ് ലഭിച്ച് പരിശുദ്ധ റമദാനിൽ ഇബാദത്തെടുക്കാനുള്ള പ്രത്യേകമായൊരു തൗഫീഖും ആവേശവും ലദ്ദത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ റജബിനെ ബഹുമാനിച്ചേ തീരൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ റജബിനെ കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നത്, റജബ് ഷഹറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ഈ പരിശുദ്ധ റജബ് മാസത്തിൽ നിങ്ങൾ ധാരാളം ഫഅക്സിറു ഫീഹിൽ ഇസ്തിഗ്ഫാർ, ഈ പരിശുദ്ധ റജബിൽ ധാരാളം നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നു. ഫഇന്നഹു ഗഫൂറുർ റഹീം, അള്ളാഹു ധാരാളം പൊറുക്കുന്നവനാണ്. ആ പരിശുദ്ധ റജബ് മാസത്തെ ബഹുമാനിച്ച് ഒരാൾ ധാരാളം ഇസ്തിഗ്ഫാർ നടത്തിയാൽ അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, പരിശുദ്ധ റജബിൽ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാർ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മഹാന്മാർ പഠിപ്പിച്ചതാണ്. രാവിലെയും വൈകുന്നേരവും, രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം, മഗ്രിബ് നിസ്കാരത്തിന് മുമ്പോ അല്ലെങ്കിൽ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ശേഷമായിട്ടോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ നല്ലൊരു ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഈ ദിക്ർ നിങ്ങൾ രാവിലെ 70, വൈകുന്നേരം 70, ഇങ്ങനെ റജബിലെ 30 ദിവസവും നിങ്ങൾ പതിവാക്കി വന്നാൽ ഈ 70 തവണ കഴിഞ്ഞത്, അതായത് രാവിലെ 70 തവണ പറയുന്നു. അതിനുശേഷം പൂർത്തിയായ ഉടനെ അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ എന്ന ഈ ദിക്റും കൂടെ ചേർത്താൽ അദ്ദേഹത്തിന്റെ പാവങ്ങൾ അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കും. അത് മാത്രമല്ല, പരിശുദ്ധ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം നരകം സ്പർശിക്കില്ല, നരകത്തിന് നിഷിദ്ധമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച വല്ലാത്ത അത്ഭുത ദിക്റാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ പൊറുപ്പിച്ച് ചൊല്ലേണ്ട ഒരു മാസമാണ്. ഇസ്തിഗ്ഫാർ വെറും പാവങ്ങൾ മാത്രം പൊറുക്കാനുള്ള ഒരു ദിക്റല്ല ഇസ്തിഗ്ഫാർ എന്നുള്ളത്. എല്ലാത്തിനും പരിഹാരമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ ദായിമയാക്കിയാൽ, ധാരാളം ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലിയാൽ, ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ, എല്ലാ കുടുസ്, എല്ലാ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, അദ്ദേഹത്തിന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ മറ്റു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കും.
കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അദ്ദേഹത്തിന്റെ ടെൻഷനുകൾ അല്ലാഹു തആല ദൂരത്താക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അദ്ദേഹം വിചാരിക്കാത്ത വഴിയിലൂടെ അദ്ദേഹത്തിന് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കും, വീട് കൊടുക്കും, ആവശ്യമുള്ള ഭക്ഷണവും ആവശ്യമുള്ള വസ്തുക്കൾ ആവശ്യമുള്ള എല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനികൾ, നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ റജബ് മാസത്തിലെ നേരത്തെ വിശേഷമായി പറഞ്ഞ പ്രത്യേകമായി പറഞ്ഞ ആ ദിക്ർ 70 തവണ രാവിലെ വൈകുന്നേരം ചൊല്ലുക. അതല്ലാത്ത സമയങ്ങളിൽ ധാരാളം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ റജബ് മാസത്തെ ബഹുമാനിച്ച് സ്വർഗം നേടിയ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മയും അല്ലാഹു തആല കൂട്ടത്തിൽ ചേർത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.